അങ്കോല മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച ശേഷമേ ഇനി തിരച്ചിലുള്ളൂ. മണ്ണ് നീക്കം ചെയ്യാതെ ലോറി പുറത്തെടുക്കുക അസാധ്യമെന്ന് ഈശ്വർ മൽപെ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് ചെളി കലങ്ങിയ നിലയിലാണ് ഗംഗാവലി നദി. ഇതോടെ അടിത്തട്ടിൽ കാഴ്ചയില്ലാതായി. നദിയുടെ അടിത്തട്ടിൽ മണ്ണും കല്ലും മരങ്ങളും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത് മാറ്റാതെ വാഹനം കണ്ടെത്തുക പ്രയാസകരമാണ്. യന്ത്രത്തിന്റെ സഹായമില്ലാതെ മണ്ണ് നീക്കാനാകുന്നില്ല. ഇതാണ് തിരച്ചിലിന് തടസ്സമെന്ന് ഈശ്വർ മൽപെ പറഞ്ഞു. ഇന്ന് വന്ന് നോക്കിയെങ്കിൽ കളർ ഒരുപാട് മാറ്റമുണ്ട്. കെമ്പു ഇന്നലെ ഒരു കൊഞ്ചം ഇന്ന് ജാസ്തിയായി. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് അവിടെ വേലയാക്കാനാവില്ല. കീഴെ ഒന്നും കാണത്തില്ല. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കാർവാർ MLA ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ബുധനാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാനാകൂ എന്നാണ് കമ്പനി പറയുന്നത്. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുൻപ് അത് ഉപയോഗിക്കാനാകുമോ എന്ന പഠനം നടത്തണമെന്നും പഠനസംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ഡ്രഡ്ജർ എത്തിക്കുക എന്നുമാണ് സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. അർജുന്റെ ലോറിയിലെ തടികെട്ടിയ കയർ അടിത്തട്ടിലുണ്ട്. അത് മണ്ണിൽ ആഴ്ന്നു കിടക്കുകയാണ്. പുഴയുടെ അടിത്തട്ടിലുള്ള മരങ്ങളും കല്ലുകളും മണ്ണും മാറ്റിയാൽ മാത്രമേ ഇനി തിരച്ചിൽ സാധ്യമാകൂ. മീഡിയ 1, അങ്കോല.